ശരിക്കും സാത്താൻ ആക്രമിക്കുന്ന ആരെന്നറിയോ? എന്താണ് വചനം പറയുന്നത്? അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് കരുതി സാത്താൻ എന്ത് ചെയ്യുന്നു? പാഞ്ഞു നടക്കുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ. ആരാണ്? പിശാച് നടക്കുന്നത്. അലറുന്ന സിംഹം. എന്താണ് ഈ അലറുന്ന സിംഹം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാ? അതായത് കാട്ടിലെ രാജാവാണ് ആര്? സിംഹം. ഈ സിംഹം പ്രായമായി കഴിയുമ്പോൾ ഇതിന് ഇരയെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് ഓടിപ്പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു അറിയാവോ? ഇവൻ കാടിന്റെ നടുക്ക് നിന്നിട്ട് ഒറ്റ അലർച്ച അലറും. ഇവൻ അലറിയാൽ കാട് നടുങ്ങും. അപ്പോഴെന്താ പറ്റുന്നത് അറിയോ? ഈ കൂട്ടമായിട്ട് നിൽക്കുന്ന മാനുകളുണ്ട്. ഈ അലർച്ച കേൾക്കുമ്പം ഇതുങ്ങളുണ്ടല്ലോ എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ നിൽക്കും. ഓടിയല. അതേ സമയത്ത് കൂട്ടം തെറ്റി നടക്കുന്ന മാനുകളുണ്ട്. ഇവന്മാരെന്ത് ചെയ്യുന്നറിയാവോ? ഈ അലർച്ച കേൾക്കുമ്പം കാടിങ്ങനെ നടുങ്ങുമ്പം ഇവര് തലങ്ങും വിലങ്ങും ഓടും. കറക്റ്റ് ഇവന്റെ വായി വന്ന് വീഴും. ഉണ്ടോ? ഇങ്ങനെയാണ് സിംഹം ഇര പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് എന്താ? അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം. ഉണ്ടോ? എപ്പോഴാണെന്നറിയോ സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? എപ്പോഴാണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? കൂട്ടായ്മ തെറ്റിയോ അവിടെ കൃപ നഷ്ടപ്പെട്ടു. കൃപയില്ലാത്ത ഭവനത്തിൽ സാത്താൻ പണി തുടങ്ങും. നിങ്ങൾ ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവരുടെ കൂട്ടായ്മയാണ്. ഈ കത്തോലിക്കിന് കൃപയില്ല. അതുകൊണ്ട് ഇവൻ ഒരുത്തനെ എന്നിട്ട് ഈ ഉരുട്ടാണ് പരിപാടി. ഉണ്ടോ? ഈ മുസ്ലിം സഹോദരൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരാള് എവിടെ വന്ന് ആമ്പല്ലൂര് വന്ന് ഒരു വീട് കടം മേടിച്ചു നോക്കൂ. 1 വർഷം കൊണ്ട് അവൻ 10 പേരെ കൊണ്ടുവരും. 10 പേരെ കൊണ്ടുവന്ന അവരാദ്യം സ്ഥാപിക്കുന്ന ഒരു പള്ളിയാ. ഒരുത്തൻ അമേരിക്കയിൽ ചെന്ന് കൂട്ടിക്കൂ, അവൻ പിറ്റേ വർഷം 10 പേരെ എത്തിക്കും. നമ്മൾ ഒരുത്തൻ അമേരിക്കയിൽ ചെന്നാലോ എന്നാ പറയും? ചായ എന്നാ പറയും? ഇവിടെ വരുമ്പം പറയും ആരും അങ്ങോട്ട് എന്നിട്ട് ഈ പണിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കൃപ നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. ഞാൻ സുവിശേഷകനല്ലേ, ഞാൻ ഈ വിദേശത്ത് പോകുന്നുണ്ട്. അപ്പൊ അടുത്ത വർഷം അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, സഹോദര എന്നേക്കാളും നല്ല കൃപയുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എത്ര പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നറിയോ? പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പൊന്നു സഹോദര, ഈ ഞങ്ങൾ ഇവിടെ വരുന്നവരോട് ചോദിക്കുമ്പോൾ അവിടെ പറയും കേരളത്തിൽ ഇപ്പൊ പഴയ പോലെ പ്രസംഗകരൊന്നും ഇല്ല. കറക്റ്റ്. എന്നിട്ട് ഇവൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വിളിക്കും, ഞാൻ വരാം പറഞ്ഞു വിടിയല്ല, കൈനീട്ടി കൊടുക്കുകയല്ല. ഒരാൾക്കൊരു നന്മ ചെയ്യല. എന്നിട്ട് എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാനയെ സ്വീകരിക്കും. കൃപ നഷ്ടപ്പെട്ടു. എന്നിട്ട് കരം ഉയർത്തിയ ദൈവം പ്രവർത്തിക്കില്ല. നിനക്ക് കൂട്ടായ്മ ഉണ്ടാകട്ടെ. എൻ്റെ വീട്ടിൽ പോലും നിങ്ങൾ മതിലില്ല, വീടിന് മതിലില്ല, ഞാൻ കെട്ടില്ല മതിൽ കെട്ടി ആരും വരില്ല. പ്രിയപ്പെട്ടവരെ, വാതിൽ തുറന്നിട്ട് നിങ്ങൾ തുറന്നിടത്, ആളുകൾ കയറട്ടെ. എൻ്റെ നാട്ടിൽ രാമപുരം ഒരൊറ്റ വീട്ടിലും എല്ലാം മതിലും കെട്ടി എന്നിട്ട് ഇവന് ഇതിനകത്ത് കയറി കുത്തിയിരിക്കുകയാണ്. സമാധാനവും നഷ്ടപ്പെട്ട് കൃപയും നഷ്ടപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മതിലൊക്കെ പൊളിച്ച് കളകട്ടാ. ഇന്ന് തന്നെ എന്നിട്ട് അച്ഛൻ ആ മതിൽ എന്ത് ചെയ്യണം? എന്നിട്ട് അത് തുറന്നിട്. ഇനി ഒരു കള്ളം കയറി അവൻ എടുത്തോണ്ട് പോകട്ടെ, സാരമില്ലെന്നേ. നമ്മൾ ഈ കൊടുക്കാത്തതുകൊണ്ടല്ല അവൻ എടുത്തോണ്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത്, കയറി വരട്ടെ പ്രിയം, കയറി കൂട്ടായ്മ ഉണ്ടാകട്ടെ. അപ്പോഴോ കൃപയൊഴുകും. നിങ്ങൾക്കറിയണം, കോതമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുമ്പോൾ 110 വർഷം പഴക്കമുള്ള വീടാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ മക്കളെ ഒന്നും ഓർക്കും കേട്ടാ. അവർ കാണുന്നതാണ് വീട്ടിലെ കൂട്ടായ്മയും സ്നേഹവും. ഞങ്ങൾക്ക് അതേ ഉള്ളൂ കേട്ടാ. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷിക്കും, ഒന്നിച്ച് പ്രാർത്ഥിക്കും, ഒന്നിച്ച് കിടന്നുറങ്ങും. അങ്ങനെ മക്കൾക്ക് ആ ബന്ധമുണ്ട്. ഒരു ദിവസം ഞാനില്ല വീട്ടിൽ, ഒരു ഭിക്ഷക്കാരൻ 80 വയസ്സുള്ളൊരു കാർന്നവർ ആടി വരിക. മക്കൾ ഓടിച്ചെന്നു. ഒരുത്തി പാണ്ടക്കട്ടയിലും കയ്യേലും പിടിച്ച്, ഒരുത്തി വടിയേലും കയ്യേലും പിടിച്ച്, സ്വന്തം വെല്ലിപ്പിനെ കൊണ്ടുവരിക. വീടിൻ്റെ ഉമ്മർത്ത് വന്നപ്പോൾ പങ്കാളി കയ്യെ പിടിച്ച് കയറ്റി വീട്ടിലേക്ക്. ഇളയമോള്, അവൾക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. അവൾ ഓടിച്ചെന്ന് അലമാരി തുറന്ന് തോർത്ത്, മുഖം തുടയ്ക്കാൻ തോർത്ത്, ഫ്രിഡ്ജ് തുറന്ന് നാരങ്ങാ വെള്ളം. ധർമ്മക്കാരൻ അന്തം വിട്ടുപോയി കേട്ടാ. കോതമംഗലത്ത് ഇതുപോലത്തെ ഒരു സ്വീകരണം. അപ്പം മക്കൾ ചോദിച്ചു എവിടുന്നാ വരുന്നത്? അയാൾ പറഞ്ഞു കോതമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്നാ. വീട് എവിടെയാ? വീടില്ല. മക്കൾ പറഞ്ഞു ഞങ്ങൾക്കും വീടില്ല കേട്ടാ, ഇത് വാടക വീടാണ്.
അയാൾ ചോദിച്ചാൽ അപ്പൻ എന്തി, അപ്പൻ സുവിശേഷം പറയാൻ പോയി അങ്ങനെ ജീവിക്കുന്നു. പെട്ടെന്ന് മൂത്തവള് ചോദിച്ചു വല്ലതും കഴിച്ചോ? ഇല്ല. ചോറെടുക്കാം. മക്കൾ കൈ കഴിക്കുന്നു, ചോറെടുക്കുന്നു, ഇട്ട് കൊടുക്കുന്നു. ഇളയവള് അവളിച്ചിരി വായാടിയാ. അവൾ ചോദിച്ചു എന്നെ മെലിഞ്ഞിരിക്കുന്നത്. അയാളോട് ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, കഴിക്കരിക്ക് വണ്ണം വെക്കട്ടെ കേട്ടോ, ഇട്ട് കൊടുക്കുകയാണ്. ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു അതേ ഇടയില്ല ഇവിടെ കൂടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ, അപ്പനുള്ളപ്പോൾ വരണം. അയാൾ പറഞ്ഞു വരാം. ഇറങ്ങുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഭാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് വരാൻ. മക്കൾ ഓടിച്ചെന്ന് ഭാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് വന്നു. അയാൾ ആ നിലത്ത് കുത്തിയിരുന്നിട്ട് അത് വലിച്ചു തുറന്നു. എന്നിട്ടോ ഒരു കിഴിക്കെട്ട് അയാൾ തപ്പിയെടുത്തു ആ ഭാണ്ഡക്കെട്ടിനകത്ത് വന്നു. എന്നിട്ട് അത് വലിച്ചു തുറന്നു. എന്നിട്ട് 100ന്റെ 10 നോട്ട് അയാൾ എണ്ണിയെടുത്ത് 1000 രൂപ. എന്നിട്ട് എൻ്റെ മക്കളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഇനിയും വരും, അന്നേരം കൊണ്ടേ തന്നാൽ മതി കേട്ടോ. ഞാൻ വൈകിട്ട് ചെന്നപ്പോൾ എൻ്റെ മക്കൾ ഓടി വന്നിച്ച് പറഞ്ഞു അപ്പാ ഒരു ധർമ്മക്കാരൻ വന്ന 1000 രൂപ വന്നിച്ച് പോയി കേട്ടാ. ധർമ്മം തെണ്ടാൻ വന്നവൻ എന്ത് തന്നെന്ന് 1000 രൂപ തന്നു. നമുക്ക് കിട്ടിയിട്ടുണ്ടോ അച്ചായ? ഇല്ല. ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്തുകൊണ്ടാണ് ആ അപ്പൻ തന്നതെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് തന്നത്? ഞാൻ നിങ്ങളോട് പച്ചയായിട്ടൊരു കാര്യം പറയട്ടെ. എൻ്റെ മക്കൾ അയാളെ കൂട്ടായ്മയിൽ ആക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറിയാവോ? ശരിക്കും എൻ്റെ മക്കള് അയാളെ വെല്ലുപ്പനാക്കി ഉണ്ടോ? അയാളുടെ പദവിയിലേക്ക് ആ അപ്പനെ ഉയർത്തി എൻ്റെ മക്കള്. ഞാൻ അന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു എൻ്റെ മക്കൾ. ഞാനതിന് ഓർത്ത് കേട്ടോ. ജീവിതത്തിൽ ഇന്നും എൻ്റെ മക്കൾ കാവൽക്കാരൻ. ആ കൊച്ച് ഇപ്പൊ ജർമ്മനിയിൽ പഠിക്കണം, കൊളോൺ യൂണിവേഴ്സിറ്റിയിൽ. ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പാ 3 പിള്ളേര് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞാൻ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു. ഇനി ജോലി 30 യൂറോ ആയ എനിക്ക്. ഞാൻ പറഞ്ഞു മോനെ സാരമില്ലടാ. ഇല്ല എനിക്ക് കുഴപ്പമില്ല, ഞാൻ പപ്പോട് പറഞ്ഞേ ഉള്ളൂ. ഇനി അവർക്ക് ജോലിയും കൂടെ റെഡിയാക്കി കൊടുക്കണം. കൊച്ചു പറയും അവളവിടെ പഠിക്കുകയാണ്. ഇനി അവിടെ കൂടെ പഠിക്കുന്ന കൊച്ചിന് 1 ലക്ഷം രൂപയുടെ ആവശ്യം, അതിനില്ല. ഇവള് ബ്ലോക്ക് അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു നീ എങ്ങനെ അത് മാനേജ് ചെയ്യും? അപ്പോൾ എന്നോട് പറയാ ഞാൻ എക്സ്ട്രാ ജോലി ചെയ്തോളാം, കുഴപ്പമില്ല. ഏറ്റവും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ജോലി ചെയ്യുന്നതിനുള്ള അവാർഡ് കിട്ടി കഴിഞ്ഞ ദിവസം. പാർട്ട് ടൈം ഞാൻ ജോലി ചെയ്തോളാം. എന്നിട്ട് അവൾ എന്നോട് പറയാ ഞാൻ ചെലവിച്ചിരി ചുരുക്കിക്കോളാം, അപ്പം വിഷമിക്കണ്ട. ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത് കൂട്ടായ്മ. എന്നിട്ട് എന്നോട് അപ്പയുടെ കയ്യിൽ ഉണ്ടോ, പൈസ ഉണ്ടോ? കഴിഞ്ഞ ദിവസം 20,000 രൂപ ഇട്ടിരിക്കുകയാണ് അക്കൗണ്ടിൽ. ഞാൻ ചോദിച്ചു എന്തിനാണ്? അപ്പം എന്നോട് അപ്പം ഇങ്ങനെ പോകുന്നതല്ലേ, കയ്യിലിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ഓർക്കണം, ഇന്ന് ശരിക്കും ആർക്കും ആരോടും കൂട്ടായ്മയില്ല. കൃപ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. കൂട്ടായ്മയുള്ളവരുടെ പ്രത്യേകത എന്താ? അവരെപ്പോഴും നല്ലതേ പറയുള്ളൂ. അപ്പൊ ഇനി ഭർത്താവിനെ കുറിച്ച് എന്തേ പറയാവുള്ളൂ? നല്ലത് പറയണം കേട്ടാ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ആ മനുഷ്യനോട് പറയും മനുഷ്യ നിങ്ങളെ കെട്ടിയതാണ് എൻ്റെ ഭാഗ്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? നിങ്ങളെ കെട്ടിയതാണ് എൻ്റെ അങ്ങനെയൊന്ന് പറഞ്ഞു. ഞാൻ ഈയിടെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നിന്നെ കിട്ടിയില്ലായിരുന്നു എൻ്റെ കഥ കഴിഞ്ഞാൽ. അപ്പൊ എന്നോട് പറയാ വെറുതെ പൊക്കാതെ. ഞാൻ അങ്ങനെയൊക്കെ ഒന്നും പറയണം കേട്ടാ. ഇന്ന് ചെല്ലുമ്പോൾ മദറിനോട് പറയണം സിസ്റ്റർ, മദറിനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. നമ്മുടെ പ്രശ്നം എന്ന് പറയോ, നമ്മൾ ഈ നന്മ പറയല. കൂട്ടായ്മയില്ലാത്തതുകൊണ്ട് നന്മ പറയണം. നല്ല വാക്ക് വരട്ടെ, കൊള്ളാം, നല്ലതാ, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ഒരു നന്മ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ചാണ് വന്നത്. ഓട്ടോ വിളിച്ച് ഞാൻ ഓട്ടോയിലേക്ക് കയറിയപ്പോൾ അവൻ ചിരിച്ചു കേട്ടോ. കാരണം രാവിലെ ഒരു ഓട്ടം കിട്ടിയോണ്ടായിരിക്കും. ഭസ്മമൊക്കെ തൂത്തവനാണ്. ഇവിടെ കൊണ്ടുപോയി വിട്ടു. 30 രൂപ ഉള്ളൂ, പക്ഷെ ഞാൻ 50 രൂപ കൊടുത്തു. അപ്പൊ അവൻ എന്നോട് ഭയങ്കര ഒരു കൂട്ടായ്മ. ഞാൻ ഓർത്ത് എന്നാന്നറിയോ, അവൻ ചിരിച്ചില്ലേ, അത് തന്നെ എനിക്ക് സൗഖ്യമായി. അത് സൗഖ്യമാണ് പ്രിയപ്പെട്ടവര്. അവൻ മറക്കില്ല കേട്ടോ. അവൻ കൈകൂപ്പി അന്നേരം. ഞാൻ പറഞ്ഞു സുവിശേഷകനാണ്. ഉണ്ടോ? നമ്മളെന്ത് ചെയ്യുമെന്നറിയോ, നമ്മള് അവിടുന്ന് ഇവിടെ വരാനത്ര 30 അല്ലേ? എന്നിട്ട് ചോദിക്കുക എന്തെങ്കിലും ബോണസ് കിട്ടാനുണ്ടോ എന്നും കൂടെ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ശരിക്കും നന്മ പറയണം. അത് ഓടിച്ചിവിടെ വന്നില്ലേ, എന്നെ നോക്കി ചിരിച്ചില്ലേ, ഒരു നല്ല വാക്ക് പറ കേട്ടാ. അപ്പൊ ഇന്ന് എന്നിട്ട് ഭർത്താവിന്റെ 10 നന്മ ആ മനുഷ്യനോട്. അതുപോലെ മക്കളെ കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞു. ഞാൻ എന്നും മക്കളെ ഓർത്ത് നന്മ പറഞ്ഞ് സ്തുതിക്കും. നമ്മുടെ കേരളത്തെ പോലെ നന്മയുള്ള ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് ഇനി എപ്പോഴും പോസിറ്റീവേ വരാവുള്ളൂ.
ഞാനീടെ അഹമ്മദാബാദ് പോയി ധ്യാനിപ്പിക്കാൻ. അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടുത്തെ വെള്ളം കുടിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഇവിടുത്തെ വെള്ളം കുടിച്ചേക്കരുതെന്ന്. കുടിച്ചാൽ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ കിഡ്നി കണ്ടെന്ന് വരികയില്ല. ഭയങ്കര സാന്ദ്രതയാ വെള്ളത്തിന്. കുളിച്ചു. തലമുടി തോർത്തിയപ്പോൾ തലമുടി സ്പ്രിങ് പോലെ ഇരിക്കുന്നു. ഞാനോട് തൻ്റെ ഗ്ലാമറെല്ലാം പോയല്ലോ എന്ന്. തോർത്ത് അയലിട്ട് മുഖം തുടയ്ക്കാൻ 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്തപ്പോൾ വടി പോലെ ഇരിക്കുന്നു. ചവിട്ടി ഓടിച്ചാൽ ഞാൻ മുഖം തുടച്ചത്. ദൂരം നന്മയാണ്. അപ്പം ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയെ നോക്കിയിട്ട് പറയണം, 10 നന്മ അവളെ പറയണം കേട്ടോ. നമ്മൾ അവളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ സത്യമാണ്. അതുകൊണ്ട് ഈ കൊന്ത താഴെ വെച്ചിട്ട് ആദ്യം ഒരു 10 നന്മ അവളുടെ പറ. മക്കളുടെ പറ, നല്ലതാണെന്ന് പറ, നന്മ വരും. അതാണ് അവൻ പറഞ്ഞത്. ഒടുവിൽ എൻ്റെ അസ്ഥിയും കൃപയുടെ ലക്ഷണമാണിത്. കൃപയുടെ എല്ലാവരോടും അങ്ങനെ ഒരു നന്മ പറ.